പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കളിയടക്കയാണ്. കളിയടക്ക വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. കളിയടക്ക, കിളിയടക്ക, മൈസൂർ അടക്ക, മൈസൂർ പാക്ക്, സിലോൺ അടക്ക എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. കളിയടക്കകൾ വളരെ ചെറുതായിരിക്കും. അടക്ക മരം വളരെ വണ്ണം കുറഞ്ഞതും ഉയരം കുറഞ്ഞതുമായിരിക്കും. ഒരു അടക്കാമരത്തിൻ്റെ കടയ്ക്കൽ നിന്നും 5ഉം 6ഉം പുതിയ മരങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കളിയടക്കകൾ നല്ല ഭംഗിയുള്ളതിനാൽ അലങ്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ നട്ടു വളർത്തുന്നത്. ഒരേ സമയം തന്നെ 4ഉം 5ഉം കുലകൾ ലഭിക്കും. കൂടാതെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫലമാണ് കളിയടക്ക. കളിയടക്ക ഉണക്കിയെടുത്ത് പൊളിച്ച് മാർക്കറ്റുകളിൽ വിറ്റാൽ നല്ല വരുമാനം ലഭിക്കുന്നതാണ്. കളിയടക്ക ഏതാണ്ട് 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. കളിയടക്കകൾ എങ്ങനെയാണ് ഉണക്കി പൊളിച്ച് എടുക്കാമെന്ന് നോക്കാം. നല്ല പാകമായ കളിയടക്ക കുലയിൽ നിന്നും വേർപെടുത്തി ഒരു കവറിൽ കെട്ടിവെക്കുക. സാധാരണ അടക്കകൾ ഉണക്കിയെടുക്കുന്നത് പോലെയല്ല കളിയടക്കകൾ ഉണക്കിയെടുക്കേണ്ടത്. മരത്തിൽ നിന്നും പറിച്ച് അത് നേരെ ഉണക്കിയെടുക്കുമ്പോൾ അത് പൊളിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. കളിയടക്ക പുളിപ്പിച്ച ശേഷമാണ് ഉണക്കിയെടുക്കുന്നത്. കളിയടക്കയെല്ലാം ഇപ്പോൾ കവറിൽ നിറച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 5-6 ദിവസം കവറിൽ കെട്ടിവെക്കുക. അഞ്ച് ദിവസം ആകുമ്പോഴേക്കും കളിയടക്കയെല്ലാം ചീഞ്ഞു വരും. ഇത് ഇനി ഒരു പാത്രത്തിലേക്കാക്കി നല്ല പോലെ കഴുകിയെടുക്കുക. നല്ലപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ചുവന്ന തോലുകളൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ കളിയടക്കയുടെ തോലെല്ലാം പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കാം. കളിയടക്ക ഇപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ കളിയടക്ക കൈകൊണ്ട് വേണമെങ്കിലും പൊളിച്ചെടുക്കാം. ഞാനിവിടെ പൊളിക്കാൻ ഉപയോഗിക്കുന്നത് ഉരളാണ്. ഉരലിലിട്ട് ഇടിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഉലക്ക തിരിച്ചു പിടിച്ചുകൊണ്ട് കുത്തിയാൽ വേഗത്തിൽ തോൽ കഴിയുന്നതാണ്.
നല്ല പോലെ ഇടിച്ചതിന് ശേഷം ഒരു മുറത്തിലേക്കാക്കി നമ്മൾക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. കളിയടക്ക ഇപ്പോൾ തോലിൽ നിന്നും വേർതിരിച്ചു. ഇത് ഇനി മാർക്കറ്റുകളിൽ വിൽക്കുമ്പോൾ സാധാരണ അടക്കയേക്കാൾ വില ലഭിക്കുന്നതാണ്. കളിയടക്ക ഏത് സാഹചര്യത്തിലും എവിടെയും വളരുന്നതാണ്. ഭംഗിക്ക് വേണ്ടി നട്ടു വളർത്തുന്നതോടൊപ്പം ചെറിയൊരു വരുമാനവും കളിയടക്കയിൽ നിന്ന് നമുക്ക് നേടാം. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് കളിയടക്ക അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.